ഈ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഒരു ഫോൺ മേടിക്കാൻ പോലെ, അതുകൊണ്ടായിരിക്കണമല്ലോ ഇപ്പം എൻ്റെ വീഡിയോ കാണാനുള്ള കാരണം. അപ്പം അങ്ങനെ നിങ്ങളൊരു ഫോൺ മേടിക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ഒരു ഫോൺ മേടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ ഫോണിനെ പറ്റി അന്വേഷിക്കണം, അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഒരു ഫോൺ മേടിക്കും. എൻ്റെ പേര് ഹരി. വെൽക്കം ടു ഹരീസ് ടെക് വേൾഡ്. ഒരു 10,000 രൂപയുടെ ഫോൺ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഫോൺ, ബഡ്ജറ്റ് ആയിക്കോട്ടെ, പ്രീമിയം ആയിക്കോട്ടെ, മിഡ് റേഞ്ച് ആയിക്കോട്ടെ, ഏത് സെഗ്മെന്റ്, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, ഏത് ഫോൺ മേടിച്ചാലും, ഏതൊരു ഫോൺ മേടിക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിലും ഈ ഞാൻ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അതായത് 7 കാര്യങ്ങളെന്ന് വെച്ചാൽ ജനറൽ ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് കാര്യം ഞാൻ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് എന്തൊക്കെ നോക്കണം. അപ്പോൾ ജനറൽ ആയിട്ട് ഫസ്റ്റ് നോക്കുന്ന കാര്യം കറണ്ട് ആൻഡ്രോയിഡ് വെർഷൻ ഏതാണ്, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ ആണോ, അതുപോലെ തന്നെ എത്ര അപ്ഡേറ്റ് കിട്ടും, നമ്പർ ഓഫ് അപ്ഡേറ്റ്സ്, പിന്നെ എത്ര സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടും, പിന്നെ ഇതിനകത്തുള്ള ബിൽഡ് ക്വാളിറ്റി, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ടൈപ്പ് ഏതാണ്, ഗോറില്ല ഗ്ലാസ് ആണോ, എത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഡിസ്പ്ലേ ആണോ, സൈഡ് മൗണ്ട് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ നോക്കിയാൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും, നമ്മളെല്ലാവരും ഒരു ഫീച്ചർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഇല്ലാതിരിക്കും, നമുക്ക് തന്നെ ഒരു വിഷമം വരത്തില്ലേ. അപ്പം അത് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് മേടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഡിസ്പ്ലേനായിട്ട് ഫസ്റ്റ് നോക്കാനുള്ള സാധനം ഡിസ്പ്ലേയുടെ ടൈപ്പ് ഏതാണ്, AMOLED ആണോ, LCD ആണോ, ഏത് POLED ആണോ, AMOLED ആണോ, ഏത് ഡിസ്പ്ലേ ടൈപ്പ് ആണെന്ന് നോക്കണം. പിന്നെ രണ്ടാമത് നോക്കുന്ന കാര്യം PPI, അതായത് പിക്സൽ പെർ ഇഞ്ച്, അതായത് ഇതിൻ്റെ റെസൊല്യൂഷൻ. അതായത് ഇതൊക്കെ റെസൊല്യൂഷനും PPI ഒക്കെ കൂടുന്നതനുസരിച്ച് നല്ല ഷാർപ്പ്നെസ് ആയിരിക്കും ഡിസ്പ്ലേക്ക്. ഇപ്പം റെസൊല്യൂഷൻ തന്നെ ഫുൾ HD ആണോ, HD ആണോ, 4K ഡിസ്പ്ലേ ആണോ, എല്ലാം അനലൈസ് ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ റിഫ്രഷ് റേറ്റ് എത്രയാണ്, റിഫ്രഷ് റേറ്റ് കൂടുന്നതനുസരിച്ച് ഒഴുകും ഫോൺ, അതായത് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനനുസരിച്ച് ബാറ്ററി കൺസപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു പ്രിഫറൻസ് ഒരു 60 ഹെർട്സ് എങ്കിലും മിനിമം അത്രയുള്ള ഇറങ്ങുന്നത്. അപ്പോൾ 60 ഹെർട്സിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേക്കകത്ത് പിന്നെ നോക്കേണ്ട കാര്യം HDR സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, അതുപോലെ ഡോൾബി വിഷൻ ഒക്കെ ഉണ്ടോ, എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ നോക്കാനുള്ളത് ഡിസ്പ്ലേയുടെ കട്ട് ഔട്ട് വരുന്നത് സെൻട്രലായിട്ടാണോ സൈഡിലായിട്ടാണോ കട്ട് കാര്യങ്ങൾ, നിങ്ങളത് നിങ്ങളുടെ ചോയ്സ് ആണ്. പിന്നെ സാമ്പിളിംഗ് റേറ്റ്, ഡിസ്പ്ലേയുടെ സാമ്പിളിംഗ് റേറ്റ്, ടച്ച് സാമ്പിളിംഗ് റേറ്റ് അത് എത്രയാണെന്ന് നോക്കണം. ഈ ഡിസ്പ്ലേയുടെ ഡിമ്മിങ് ടെക്നോളജി, ഒരു ഡിസ്പ്ലേ ക്യാമറയുടെയൊക്കെ ഒരു ഡിമ്മിങ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ആ ഡിമ്മിങ് ടെക്നോളജി ഉണ്ടോ ഇല്ലയോ. ഈ DC ഡിമ്മിങ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അത്രയും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ബാറ്ററി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ കൂടി ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അടുത്ത മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്. ഈ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഓഫ് ക്യാമറാസ് ഒരിക്കലും നോക്കല്ലേ. കാരണം നമ്പർ ഓഫ് ക്യാമറാസ് ഒക്കെ വെറും ഗിമിക്സ് ആണ്, അത് ഒരു യൂസും കാണത്തില്ല ഈ നമ്പർ ഓഫ് ക്യാമറാസ് നോക്കിയിട്ട്. അതായത് ഒരു ബഡ്ജറ്റ് ഫോൺ ആണെങ്കിൽ ഇതേപോലെ നമ്പർ ഓഫ് ക്യാമറാസ് ഈ പ്രൈമറി ലെൻസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അത് ചുമ്മാ വെച്ചേക്ക് വരും. ഈ ആക്രി കടയിലൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ഈ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒട്ടും ക്വാളിറ്റി കാണത്തില്ല. അതിൻ്റെ മാക്രോ ആയാലും ശരി, അൾട്രാവൈഡ് ആയാലും ശരി, ഒട്ടും ക്വാളിറ്റി കാണത്തില്ല. അപ്പോൾ നിങ്ങൾ അത് നോക്കിയേ ചെയ്യില്ല. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെന്റ് ആണെങ്കിൽ പ്രൈമറി ലെൻസിന്റെ ക്വാളിറ്റി ഇത് വേണം നോക്കാൻ. അപ്പോൾ ഈ പ്രൈമറി ലെൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രൈമറി ലെൻസിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ സെൻസർ സൈസ്, അതിൻ്റെ ആ ഒരു സെൻസറിന്റെ സൈസ്. അപ്പം എത്രത്തോളം വലുതാണെന്നോ അത്രത്തോളം നല്ല ക്വാളിറ്റി ഇമേജസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് ഏതാണ്, അത് ഏത് കമ്പനിയുടെയാണ്, ഇപ്പം സോണിയുടെ സെൻസറാണോ സാംസങ്ങിൻ്റെ ആണോ, അങ്ങനെ ഇത് ഇറക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണോ അവർ ചെയ്യുന്നത്, അതൊക്കെ ചെക്ക് ചെയ്യണം. വെച്ച് കഴിഞ്ഞാൽ അത് OIS സപ്പോർട്ട് ഉണ്ടോ, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതിനകത്ത് നമുക്ക് മാക്സിമം റെസൊല്യൂഷൻ എത്ര വെച്ചെടുക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ എത്ര FPS, എത്ര ഫ്രെയിം റേറ്റിൽ എത്ര എടുക്കാൻ പറ്റും, അതായത് 60 ആണോ 30 ആണോ. 60 ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് വീഡിയോ കിട്ടും, നല്ല. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ഒക്കെ ആക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും.
അപ്പം 30 ആണോ? ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു 1080p റെസൊല്യൂഷനും അതുപോലെ തന്നെ 60 FPS ഒക്കെ മിനിമം ഉള്ളൊരു ഫോൺ നോക്കി എടുക്കാനാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്. പിന്നെ അപ്പം ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്തൊരു സെക്ഷൻ നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ സൈഡ്, അതായത് ഫോണിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് നോക്കേണ്ടത് അതിനകത്ത് പ്രോസസ്സർ ഏതാണ്. ഇപ്പം സ്നാപ്ഡ്രാഗൺ ആണോ, ഡയമൻസിറ്റി ആണോ, എക്സിനോസ് ആണോ, ബയോണിക് ആണോ എന്നിങ്ങനെയല്ല നോക്കേണ്ടത്. ഇപ്പം ഇത് കമ്പനീസും ഇവരുടേതായിട്ടുള്ള സ്റ്റെബിലിറ്റി ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ അത് വേറെ ചെക്ക് ചെയ്യണം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, പക്ഷെ അത് ഇഷ്യൂസിനകത്ത് ഞാൻ പറയാം. അപ്പം ഈ പ്രൊസസ്സറിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടുന്നത് പേരുകളല്ല, മറിച്ച് ഇതിൻ്റെ അതിൻ്റെ ക്ലോക്ക് സ്പീഡ് എത്രയാണെന്ന് നോക്കണം. അതായത് എത്ര ഇപ്പോൾ ഒരു 2.2 GHz 2.5 GHz എന്നൊക്കെ പറയും. അപ്പോൾ ഈ GHz-ന്റെ എണ്ണം കൂടുതലനുസരിച്ച് CPU-ന്റെ പവർ കൂടുതലായിരിക്കും. പിന്നെ ഓരോ കമ്പനിയുടെ അനുസരിച്ച് അതിനുള്ള ത്രോട്ടിലിംഗ് ഇഷ്യൂവും ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിൻ്റെ നമ്പർ നോക്കണം കൃത്യമായിട്ട്, GHz എത്രയാണ്. ഏറ്റവും കൂടുതൽ സംഖ്യ വലുതാവുന്നതിനനുസരിച്ച് പെർഫോമൻസ് കൂടാനുള്ള സാധ്യത കൂടും. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് റാം സൈസാണ്. അതിൻ്റെ റാം സൈസ് നോക്കണം. പിന്നെ റാമിൻ്റെ സ്പീഡ് നോക്കണം, എത്ര സ്പീഡിലാണ് റാം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് ആപ്പിൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനും പെട്ടെന്ന് ടാസ്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് ഫോണിൽ ക്യാപ്പബിൾ ആയിരിക്കും. പിന്നെ നോക്കേണ്ടുന്ന ഒരു കാര്യം, പിന്നെ സ്റ്റോറേജ് ടൈപ്പും സ്റ്റോറേജിൻ്റെ സ്പീഡും റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യണം. അതായത് ഇതൊക്കെ കൂടുതലുള്ളതിന് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കൂടും. പിന്നെ നോക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിം ഹൈബ്രിഡ് സിം സ്ലോട്ടാണോ സിംഗിൾ ട്രേ സിം സ്ലോട്ടാണോ. അതായത് നോർമൽ ആണെങ്കിൽ ഇതിനകത്ത് 2 സിം ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ പറ്റും. ഹൈബ്രിഡ് ഒന്നും എഴുതിയിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് 2 സിം യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഒക്കെ ആണെങ്കിൽ ഒരുപാട് സൈസൊക്കെ ആവുമല്ലോ. അപ്പം അതിനനുസരിച്ചുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോർമൽ സിം ട്രേ ഉള്ള ഫോൺ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നാലാമതായിട്ട് നോക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടിവിറ്റി. അതൊരു സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് 5G ഉണ്ടോ ഇല്ലയോ. ഇപ്പോൾ 5G വേണോ വേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. അതായത് ഇപ്പോൾ 5G ഒക്കെ ഫ്രീ ആയിട്ടുള്ള 5G പ്രൊവൈഡ് ചെയ്യുന്ന ഇതൊക്കെ അപ്പോൾ ഇനി 5G നല്ല റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 4G ആവശ്യമുള്ളൂ. ഈവൻ 3G നെറ്റ്വർക്കിന് പോലും BSNL പ്രൊവൈഡ് ചെയ്യുന്ന 3G നെറ്റ്വർക്കിന് പോലും അത്യാവശ്യം ബഫറിംഗ് ഇല്ലാതെ യൂട്യൂബ് വീഡിയോസ് ഒരു 480p വരെ അത്യാവശ്യം നന്നായിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3Gക്ക് പറ്റുമെങ്കിൽ 4Gയിൽ സുഖമായിട്ട് പറ്റുമേ. അപ്പോൾ ഈ 4G ഉള്ളപ്പം നമുക്ക് ഇതിന് 5Gയുടെ ആവശ്യം വരുന്നുണ്ടോ? അത് 5Gയുടെ ആവശ്യം വരുന്നവർ അത്യാവശ്യമുള്ളവർ മാത്രം അത് നോക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ 5G നോക്കേണ്ട ആവശ്യമില്ല. അത്രയും കൂടെ അധികം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല 5Gക്ക് വേണ്ടിയിട്ട്. അപ്പം 4G ആയാലും മതി. പിന്നെ വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ടോ, അതിനകത്ത് വൈഫൈ കാളിംഗ് ഫീച്ചർ ഉണ്ടോ. വൈഫൈ കാളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സമയത്തും നമുക്ക് വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ നെറ്റ്വർക്ക് കുറവാണ്, ഇല്ലെന്ന് വെച്ചോ, പക്ഷേ വൈഫൈ ഉണ്ട്. വൈഫൈ നമുക്ക് അങ്ങനെ കോൾ ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആണ് വൈഫൈ കോളിംഗ്. പിന്നെ GPS ഏതൊക്കെ GPS ഉണ്ട്. GPS-ന് കുറേ ടൈപ്പുകളുണ്ട്. അപ്പം GPS നല്ല അത്യാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന GPS അപ്പം ഒട്ടുമിക്ക എല്ലാം കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. GPS കാര്യം ശ്രദ്ധിക്കണം. പിന്നെ വൈഫൈയുടെ വെർഷൻ, ഇപ്പം വൈഫൈ ലേറ്റസ്റ്റ് ആയിട്ട് 6 കണ്ടാണ് ലേറ്റസ്റ്റ്. അപ്പം വൈഫൈയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിന് അതിനനുസരിച്ചുള്ള സ്പീഡും കിട്ടും. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5.1 5.2 5.3. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കിയെടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡായിരിക്കും. അതായത് ഇപ്പം വയർലെസ് ഗാഡ്ജറ്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് കണക്റ്റ് ആവുകയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാട്ട് കേൾക്കാനൊക്കെ സാധിക്കും. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ ഒരു ഗെയിമറിനെ സംബന്ധിച്ച് ഒരു വയർലെസ് ഹെഡ്സെറ്റ് മേടിച്ച് കേൾക്കുവാണെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും. അപ്പം ഓക്സ് കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കുത്തിയിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഓക്സ് കേബിളിന് പകരം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് C2 ഓക്സ് കൺവെർട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഗെയിം കളിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും കുത്തുന്ന സമയത്ത് അതിൻ്റെ അതിൻ്റെ ലൈഫ് ടൈം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ് ഓക്സ് കേബിൾ കുത്താൻ പറ്റുന്നത് നോക്കി മേടിക്കാൻ ശ്രമിക്കുക. അപ്പം ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ബാറ്ററിയുടെ കാര്യം നമ്മൾ എന്തൊക്കെയാണ് ഒരു ഫോണിന്റെ ബാറ്ററി നോക്കണം. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ സൈസ് നോക്കണം. അതായത് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളതിന് എത്ര mAh ആണ്. mAh കൂടുന്നതനുസരിച്ച് 4000 5000 6000 ഇങ്ങനെ പോകും.
അപ്പോൾ ഈ MAH കൂടുന്നതനുസരിച്ച് ബാറ്ററി കറണ്ട് സ്റ്റോർ ചെയ്തൊക്കെ ഉള്ള കപ്പാസിറ്റിയുടെ പവർ കൂടും. അപ്പം ഒരുപാട് നേരം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ ഇല്ലയോ, അതായത് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, പെട്ടെന്ന് ചാർജ് ചെയ്ത് തീർക്കാൻ പറ്റും, പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ കമ്പനി ഗിമിക്സ് ആയിട്ട് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിലൊക്കെയാണ് ഇപ്പോൾ കമ്പനി വളരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 വാട്ട് 200 വാട്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഫാസ്റ്റ് ചാർജിങ്ങിന്റെ, പക്ഷെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കുറവുള്ള സാധ്യത ഉണ്ടെന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. അതായത് ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററിക്കകത്ത് നമ്മളൊരു എക്സ്റ്റേണൽ പവർ ചെല്ലുമല്ലേ, അതായത് എക്സ്ട്രാ എന്ന് വെച്ചാൽ അതിന് താങ്ങും, എന്നാലും നോർമൽ ചാർജ് ചെയ്യുന്നതിനെക്കാട്ടിയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ പവർ അങ്ങോട്ട് ചെല്ലുക. അപ്പം ഈ ഇത്രയും പവർ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ലൈഫ് ടൈം മറ്റേതിനെ അപേക്ഷിച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയമൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഓഫ് ചെയ്തിട്ട് ഓവറായിട്ട് ചാർജ് ചെയ്തിടുക. അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടം മാത്രം ഫാസ്റ്റ് ചാർജിങ് ഓൺ ആക്കിയിട്ട് കുത്താൻ ശ്രമിക്കുക. പിന്നെ ബാറ്ററി ഇതിനകത്ത് നോക്കേണ്ടത് വേറൊരു കാര്യമാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ്. എത്ര സമയം കൊണ്ട് ചാർജ് ആവും എന്ന് നോക്കണം. അതായത് ഇപ്പോൾ 2.5 മണിക്കൂർ, ചില 3-4 മണിക്കൂറൊക്കെ എടുത്ത് എങ്ങനെ ഇരിക്കും, നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വിളിച്ചിടുമ്പോൾ ഒട്ടും ചാർജ് ആകുന്നത് ഭയങ്കര സ്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചാർജ് സ്പീഡൊക്കെ നോക്കി പഠിച്ചിട്ട് വേണം, വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നമ്മുടെ 7ാമത്തെ സെഗ്മെന്റ് ആണ് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ. അപ്പോൾ ഇഷ്യൂസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലൈന്റുകൾ വരുന്നുണ്ടോ, അതായത് ഒരു ഫോൺ മേടിച്ചിട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് ഇവര് ഡിസ്പ്ലേ ലൈൻ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചാർജിങ് കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്പീക്കർ ഇഷ്യൂ എല്ലാം വരുന്നുണ്ടോ, അതുപോലെ തന്നെ പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് വരുന്നുണ്ടോ. ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നോക്കി വേണം. അതായത് ഒരു ഫോൺ മേടിച്ചിട്ട് ചാടിക്കേറി ലോഞ്ച് ആവുന്ന ഡേറ്റിൽ പോയി മേടിക്കാൻ നിൽക്കല്ലേ, അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതിനെപ്പറ്റി ആൾക്കാർ റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നിങ്ങൾ മേടിക്കും. പക്ഷെ നിങ്ങൾ ഇതൊന്നും പോയി കണ്ട് കേട്ട് നോക്കിയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇവിടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ ഞാനാണെങ്കിൽ പുതിയൊരു ഫോൺ ഇറങ്ങുമ്പം ഞാൻ മാക്സിമം എൻ്റെ എഫർട്ട് കൊടുത്തിട്ട് കുറേ വീഡിയോ, എനിക്ക് പേടിച്ചിട്ട് റിവ്യൂ ചെയ്യാനുള്ള പൈസയൊന്നും എൻ്റെ ഇല്ല. സോ ഒരു ഫോൺ ഞാനാണെങ്കിൽ ഇതേപോലെ വീഡിയോസ് കണ്ടിട്ട് എല്ലാം ഒരു 10 വീഡിയോ എങ്കിലും കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പേര് പോസിറ്റീവായിട്ട് പറയുന്നത് മാത്രം ഞാൻ പ്രിഫർ ചെയ്ത് ഇതിനകത്ത് വീഡിയോക്കകത്ത് പറയും. അതുമാത്രമല്ല ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ ഓരോ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺസിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. സോ ഇതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ഫോൺ മേടിക്കാൻ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ മേടിക്കാൻ സാധിക്കും. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ പ്രസൻറ്റേഷൻ സ്റ്റൈലോ എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിൽ കൃത്യമായുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം നല്ലൊരു ഫോൺ മേടിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.